അധികം ഒന്നും പറഞ്ഞ് ലാഗാക്കുന്നില്ല, ഡയറക്റ്റ് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ ഒരു വീഡിയോ നിങ്ങൾ പ്രസ് ചെയ്യാൻ കാരണം എന്താണ്? നിങ്ങളുടെ പോസ്റ്റർ നിങ്ങൾക്ക് റെഡിയാക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വാക്കിംഗ് പോസ്റ്റർ നിങ്ങൾക്ക് റെഡിയാക്കണം, അല്ലെങ്കിൽ ഒരു മെൻ എങ്ങനെയാണ് നടക്കണം അതുപോലെ നിങ്ങൾക്ക് നടക്കണം. ആ ഒരു കാര്യങ്ങൾ ഫുള്ള് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് വൺ, ചെസ്റ്റ് അപ്പ് ആൻഡ് ഷോൾഡർ ബാക്ക്. ഒരു മെൻ വോക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്രൗഡിനെ ഫേസ് ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും നമ്മുടെ ചെസ്റ്റ് എന്ത് ചെയ്യുക, കുറച്ച് അപ്പ് ചെയ്ത് പിടിക്കുക. ഓവറായിട്ട് അപ്പ് ചെയ്ത് പിടിക്കേണ്ട, ഒരു മിനിമം രീതിയിൽ അപ്പ് ചെയ്ത് പിടിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡേഴ്സും ബാക്കും കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ബാക്കിലേക്ക് ഒന്ന് ബെൻഡ് ചെയ്ത് കുറച്ച് പിടിക്കുക. ഇങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ ഓവറോൾ നമ്മളൊരു ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആളാണെന്ന് തോന്നിപ്പിക്കും, ഈവൻ നിങ്ങൾ ജിമ്മിൽ പോണില്ല എന്നുണ്ടെങ്കിലും. സോ ഇനി നടക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങളുടെ ഒരു വാക്കിംഗ് പൊസിഷനിൽ നല്ല ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാക്കും. സോ ദി സെക്കൻഡ് വൺ, ചിൻ ലെവൽ ആൻഡ് ഐ ഫോർവേഡ്. ആസ് എ മെൻ നമ്മളൊരു സ്ഥലത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഒരിക്കലും തലയും കുമ്പിട്ടിട്ട് കയറി ചെല്ലരുത്. ഇറ്റ് ഷോസ് വീക്ക്നെസ് ആൻഡ് ഇൻസെക്യൂരിറ്റി. അതിന് പകരം നമ്മളൊരു സ്ഥലത്തേക്ക് കയറി ചെല്ലുമ്പോൾ ആരാണോ മുന്നിൽ നിൽക്കണം അത് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല, സ്ട്രെയിറ്റ് തന്നെ നോക്കി മൂവ് ചെയ്യുക. ഇപ്പം സ്ട്രെയിറ്റ് നോക്കി ഐ കോൺടാക്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല, ആവശ്യമുള്ള സമയത്ത് മാത്രം ഐ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ ഏത് സിറ്റുവേഷൻ ആയാലും നമ്മുടെ ചിന്ന് ഡെവലപ്പ് ചെയ്ത് പിടിക്കുക, സ്ട്രെയിറ്റ് തന്നെ നോക്കി മൂവ് ചെയ്യുക. സോ ദി തേർഡ് വൺ, ഇതാണ് മിക്ക ആൾക്കാരും നടക്കുമ്പോൾ ചെയ്യണ ഏറ്റവും വലിയ തെറ്റ്. അതാണ് നടക്കുമ്പോൾ രണ്ട് കൈയും ഇങ്ങനെ ഊഞ്ഞാലാറുന്ന പോലെ ആട്ടി ആടി നടക്കുന്നത്. ഇത് ഫിക്സ് ചെയ്യാനായിട്ട് സിമ്പിൾ ഒരു ഐഡിയ പറഞ്ഞുതരാം, ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല. അതായത് നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കൈ രണ്ടും നല്ല ലൂസാക്കി തന്നെ പിടിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചെസ്റ്റിലും നമ്മുടെ ഷോൾഡറിലും കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ആ രീതിയിൽ നടക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൈയും അതിൻ്റെ ഒപ്പം ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് നടക്കാൻ പറ്റും. നമ്മൾ ഈ ഒരു ഓവർ പ്രഷർ നമ്മുടെ രണ്ട് കൈക്കും കൊടുക്കുമ്പോഴാണ് നമുക്കിങ്ങനെ ഫ്രീസ് ആയ പോലെ കൈ നിൽക്കുന്നതും. അതും സത്യം പറഞ്ഞാൽ ബോറിംഗ് ആണ്. ഒരു മിനിമം ഷേക്കിംഗ് എപ്പോഴും രണ്ട് കൈക്കും നമ്മൾ കൊടുത്തിരിക്കണം വൈൽ വാക്കിംഗ്. സോ ഇനി നടക്കുമ്പോൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു നോക്കുക. ദി ലാസ്റ്റ് വൺ, കൺട്രോൾ ബ്രീത്ത് ആൻഡ് കാം പ്രസൻസ്. ചിലവർ ഒരു ക്രൗഡിനെ ഫേസ് ചെയ്യാൻ പോകുമ്പോൾ ഫോണും സ്ക്രോൾ ചെയ്ത് നെയിലും ബൈറ്റ് ചെയ്ത് തലയും സ്ക്രാച്ച് ചെയ്ത് പോണവരുണ്ട്. സോ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. നമ്മളൊരു ക്രൗഡിൻ്റെ മുന്നിലേക്ക് പോകുമ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ വാക്കിങ്ങിൽ കൂടുതൽ ഫോക്കസ് അല്ലെങ്കിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ വാക്കിങ്ങിൻ്റെ ഇടയിൽ ഈ ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കാൻ നോക്കുക. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരാൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നടക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യം നല്ല ഫിയർ ഉണ്ടാവും. കാരണം ഞാനിങ്ങനെ നടക്കണ കണ്ട ആൾക്കാർ എന്നെ അഹങ്കാരി എന്ന് വിചാരിക്കുമോ, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ഫിയേഴ്സും ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടാവും. സോ ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു വാക്കിങ്ങിൻ്റെ ഒപ്പം ഡീപ്പ് ബ്രീത്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഇൻഹെയിലും എക്സെയിലും എടുക്കണമെന്നുണ്ടെങ്കിൽ, അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു ഫിയറിനെ ഒരു പരിധി വരെ പിടിച്ചു നിർത്താനായിട്ട് സഹായിക്കും. ആ ഒരു ഫിയറിനെ ഒന്ന് കൂൾ ഡൗൺ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഡീപ്പ് ബ്രീത്ത് യൂസ് ചെയ്യാൻ പറ്റും. പ്ലസ് ആ ഒരു ബ്രീത്തിങ്ങിലും വാക്കിങ്ങിലും കുറച്ചും കൂടി ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഓവറോൾ വാക്കിങ്ങിലെ കോൺഫിഡൻസ് ബെറ്റർ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ഇത് കുറച്ച് നാൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വാക്കിങ്ങിൽ നമുക്ക് ആ ഒരു ടോട്ടൽ കൺട്രോൾ കിട്ടിയ പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. പിന്നെ ഏത് ക്രൗഡിനെ ഫേസ് ചെയ്യാനും നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. സോ ഞാനിവിടെ 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾ വാക്ക് ചെയ്യുമ്പോൾ ഈ ഒരു 4 കാര്യങ്ങളും നിങ്ങളുടെ ആ ഒരു വാക്കിങ്ങിൽ അപ്ലൈ ചെയ്ത് നോക്ക്. എന്തായാലും നിങ്ങൾക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാവും. സോ ഫിക്സ് യുവർ വാക്ക്, ലെറ്റ് ദം ഫീൽ യുവർ സ്ട്രെങ്ത്. ദാറ്റ്സ് ഓൾ.